വെൽക്കം ബാക്ക് ടു മീരാസ് ഇംഗ്ലീഷ് ഹബ്. ഇന്ന് HSC ഇംഗ്ലീഷ് ആസ്പിറൻസിന് ഒരു ചെറിയൊരു ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് HSC ഇംഗ്ലീഷ് എന്ന എക്സാം നമ്മൾ പൊതുവെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് നമ്മളുടെ ബൈ ട്രാൻസ്ഫർ ആണെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 50% ചോദ്യം സർഫേസ് ലെവൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഈവൻ നമ്മളുടെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് ഒന്ന് കാണാപ്പാടമൊക്കെ പഠിച്ചിട്ട് ആ വർക്ക്സിന്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും 1-2 മാർക്ക് വെറുതെ ലഭിക്കാനായിട്ടുള്ള ഒരു ചാൻസ് വരെ ഉണ്ട് അല്ലേ? അങ്ങനെയാണ് HSC ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സർഫേസ് ലെവൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതായത് ഒരു ബ്ലൂ പ്രിന്റ് ആണ്, മൊഡ്യൂൾ വൈസ് ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 പോയിട്രീനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇയറിനെ ബേസ് ചെയ്തും ഇത് ഡ്രമാറ്റിക് മോണോലോഗ് ആണോ, ഇത് ലിറിക് ആണോ, ഇത് ഏത് കളക്ഷനിലാണ്, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കളക്ഷന്റെ പേര്, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. ആ സംശയങ്ങൾ മാറ്റുക എന്നതാണ് ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശം. ഇത് നിങ്ങൾക്ക് എക്സാമിന് പോലും ഒരു വഴിത്തിരിവാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഈ ക്ലാസ് കാണുക, ഒരു പോയിന്റ് മിസ്സാക്കി കളയാതിരിക്കുക. HSC ഇംഗ്ലീഷിന് 50% മാർക്ക് സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമുക്ക് ഉറപ്പ് നൽകാനായിട്ട് പറ്റും. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ ഒരു സൂചനയാണ് നമ്മളുടെ മുന്നിലോട്ട് നൽകുന്നത്. സോ HSC ഇംഗ്ലീഷ് ബ്ലൂ പ്രിന്റ് ആക്ടിവിറ്റിയിലോട്ട് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. HSC ഇംഗ്ലീഷിന്റെ സിലബസിലെ ഫസ്റ്റ് വർക്ക് ആണ് സോണറ്റ് 121. സോണറ്റ് 121 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഇത് ഏത് കളക്ഷൻ ആണ്? ഷേക്സ്പിയറിന്റെ സോണറ്റ് കളക്ഷൻ ആണ് അല്ലെ, കളക്ഷൻ ഓഫ് സോണറ്റ്സ്. ആ ഒരു കളക്ഷന്റെ പേരാണ് എലോങ് വിത്ത് പ്രൂഫ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ഷേക്സ്പിയേഴ്സ് സോണറ്റ്സ് എന്ന് പറയുന്ന കളക്ഷനിലാണ് ഈ സോണറ്റ് 121 ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ ഇവിടെ കൊടുക്കാനായിട്ടുള്ള റീസൺ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും? ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു പിക്ചറിൽ ഷെയ്ക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു ഹാഷ്, ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഷേക്സ്പിയർ എന്ന് കൊടുത്തിരിക്കുന്നതിൽ ആ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഇങ്ങനെ ഓപ്ഷനിൽ ഷേക്സ്പിയർ സോണറ്റും ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇതുപോലെ കൊടുത്തിട്ടുള്ള ഒരു പേരും തന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മളുടെ കോർട്ടോ എഡിഷൻ ആണ്. കോർട്ടോ എഡിഷൻ എന്താണ് എന്ന്, അതായത് ഒരു പേപ്പർ നമ്മൾ 4 പ്രാവശ്യം മടക്കുമല്ലോ. ആദ്യം 2 ആയിട്ട് മടക്കുന്നു, പിന്നീട് അതൊന്നുകൂടി മടക്കുമ്പോൾ അതിനെ 4 പീസസ് ആയിട്ട്, 4 ബ്ലോക്സ്, കോർട്ടോ ബ്ലോക്സ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. അതിനെയാണ് കോർട്ടോ എഡിഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കോർട്ടോ എഡിഷൻ. ഓക്കെ, അപ്പോൾ ഷേക്സ്പിയറിന്റെ കോർട്ടോ എഡിഷൻ ആണ് 1609 ഷേക്സ്പിയർ സോണറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 154 സോണറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 154 സോണറ്റ്സും കൂടാതെ ഒരു നറേറ്റീവ് പോം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ നറേറ്റീവ് പോമിന്റെ പേരാണ് എ ലവേഴ്സ് കംപ്ലൈന്റ് എന്ന് പറയുന്നത്. എ ലവേഴ്സ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് നറേറ്റീവ് പോം ആണ്. 1609 കോർട്ടോ എഡിഷന്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഇനി ഇവിടെ നമ്മൾക്ക് ഡെഡിക്കേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടു ദി only begetter of these ensuing sonnets, മിസ്റ്റർ WH. അപ്പോൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നമ്മൾ WH എന്ന് കരുതുന്ന ഒരുപാട് പേരുകൾ അവിടെ തരും. പക്ഷെ നമ്മളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് മിസ്റ്റർ W.H എന്നാണ്. നമ്മൾ ഈ ഒരു പേരാണ് നമ്മളുടെ ഓപ്ഷനിൽ നോക്കേണ്ടത് എന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൂടാതെ ഈ ഒരു പബ്ലിഷറിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം, TT എന്നാണ്. എന്താണ് ഈ TTയുടെ എക്സ്പാൻഷൻ ഫോം എന്ന് പറയുന്നത്? തോമസ് തോർപ്പ് ആണ് അല്ലെ. തോമസ് തോർപ്പ് ആണ് എന്ന് കൂടി ഓർക്കുക. തോമസ് തോർപ്പ്, ആ ഒരു പേര് കൂടി ഇവിടെ നോട്ട് ചെയ്യുക. ഇവിടെയും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുന്നതാണ്, TT. കൂടാതെ ഇവിടെ ഒരു ലൈൻ കൂടി എഴുതിയിട്ടുണ്ട്, അത് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. നെവർ ബിഫോർ ഇംപ്രിന്റഡ്.
നെവർ ബിഫോർ ഇംപ്രിന്റഡ് എന്ന് ഈ കളക്ഷന്റെ ടൈറ്റിലിന്റെ താഴെ ഒരു സബ് ടൈറ്റിൽ പോലെ, സബ് ടൈറ്റിൽ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. അതുകൂടി നമ്മൾ സുപരിചിതമായിരിക്കണം എന്ന് ഓർക്കുക. നമ്മൾക്കറിയാം ഷേക്സ്പിയർ സോണറ്റ്സ്, അതിലൊരു ഡെഡിക്കേഷൻ ഉണ്ട്. നമ്മൾ ആ ഡെഡിക്കേഷൻ ഇപ്പോൾ കണ്ടു, മിസ്റ്റർ W.H ആണ്. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു വേർഡ് ആണ്, മിസ്റ്റർ W.H എന്നുള്ളതാണ്. അതുപോലെ തന്നെ TT ആരാണെന്ന് നമ്മൾ കണ്ടു. കൂടാതെ ഒരു നറേറ്റീവ് പോമിനെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു അല്ലെ. ഈ നറേറ്റീവ് പോമിനെ ബേസ് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ നറേറ്റീവ് പോം എന്ന് പറയുന്നത് 47 സ്റ്റാൻസാസ്, 47 സ്റ്റാൻസാസ് റൈം റോയലിലുള്ള സ്റ്റാൻസാസ് ആണ്. റൈം റോയൽ എന്ന് പറയുമ്പോൾ തന്നെ 7 എന്ന് പറയുന്ന ഒരു നമ്പർ മനസ്സിലോട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ നേരത്തെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ റൈം റോയൽ എന്ന് പറയുന്നത് 7 വരികളുള്ള സ്റ്റാൻസയാണ് റൈം റോയൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 7 വരികളുള്ള 47 സ്റ്റാൻസാസ് ആണ് ഈ ഒരു പോമിലുള്ളത്. ഓക്കെ, ഈ ഒരു പോമിൽ ഏത് പോമിലാണ്? നമ്മളുടെ 154 സോണറ്റ്സിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു നറേറ്റീവ് പോം, എ ലവേഴ്സ് കംപ്ലൈന്റ്, അതിലാണ് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. റൈം റോയൽ ആരുടെയാണ്? ഇത് മറ്റാരുടെയും അല്ല, ജെഫ്രി ചോസറിന്റെയാണ് എന്ന് കൂടി ഓർക്കുക. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് ഫോളിയോ എഡിഷൻ, കോർട്ടോ എഡിഷൻ, ഒക്ടാവോ എഡിഷൻ ഒക്കെ കാണാം. ഈ കോർട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പേപ്പറിനെ 4 ആയിട്ട്, ആദ്യം 2 ആയിട്ട് മടക്കുന്നു, പിന്നീട് ഒന്നുകൂടി മടക്കുമ്പോൾ 4 കോർട്ടോ ആയിട്ട് നമ്മൾക്ക് കിട്ടും. അതാണ് ഈ കോർട്ടോ എഡിഷൻ എന്ന് പറയുന്നത്. ഇനി ഫോളിയോ ആണെങ്കിൽ 2 ആയിട്ട് മടക്കുന്നു, അതിനെയാണ് ഈ ഫോളിയോ എഡിഷൻ എന്ന് പറയുന്നതും. 6 ആയിട്ട് മടക്കുകയാണെങ്കിൽ അതിനെ ഒക്ടാവോ എഡിഷൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഫോളിയോ, എന്താണ് ഈ കോർട്ടോ എന്നൊരു സംശയം ഒരുപക്ഷെ മാറിയിട്ടുണ്ടാവും. ഇനി തോമസ് തോർപ്പ് സ്റ്റേഷൻസ് രജിസ്റ്ററിൽ ഈ ഒരു വർക്ക് എൻറ്റർ ചെയ്തൊരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റ് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 20 മെയ് 1609. കാരണം PSCക്ക് പൊതുവെ ഡേറ്റുകളോടൊക്കെ ഒരു താല്പര്യം കൂടുതലാണ് അല്ലെ. അതുപോലെ തന്നെ മിസ്റ്റർ WH-നെയാണ് ദ ഓൺലി ബിഗെറ്റർ ഓഫ് ഷേക്സ്പിയർ സോണറ്റ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് ആരാണെന്നുള്ള ഒരു വ്യക്തത നമ്മൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് പേരുകൾ നമ്മൾ പറയുന്നുണ്ട്, എന്നാലും കറക്റ്റ് ആയിട്ട് ഒരു പേരിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. ഇനി റൈം സ്കീം ആണ്. നമ്മൾക്കറിയാം ഷേക്സ്പീരിയൻ സോണറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ക്വാട്രെയിൻസ് ആണ് അല്ലെ. എത്ര ക്വാട്രെയിൻസ് ആണ്? 3 ക്വാട്രെയിൻസ് ആണ്. ക്വാട്രെയിൻ എന്ന് പറയുമ്പോൾ 4 വരികളുള്ള സ്റ്റാൻസയാണ് ക്വാട്രെയിൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ 3 ക്വാട്രെയിൻ എന്ന് പറയുമ്പോൾ 12 വരികളും ഒരു കപ്ലെറ്റുമാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഷേക്സ്പീരിയൻ സോണറ്റിന്റെ സ്ട്രക്ചർ ആണ് 3 ക്വാട്രെയിൻസ് പ്ലസ് 1 കപ്ലെറ്റ്. 1 കപ്ലെറ്റ് എന്ന് പറയുമ്പോൾ 2 വരി. ഇനി റൈം സ്കീം ഇവിടെ കാണാം. AB, CD, CD, EF, GG. കപ്ലെറ്റിന്റെ GG ആണ് വരുന്നത്. ഇനി പൊതുവെ ബേസിക് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, ഷേക്സ്പീരിയൻ സോണറ്റിലെ തീം എന്തൊക്കെയാണ്? നമുക്കറിയാം 154 സോണറ്റ്സ് ഉണ്ട്. ഈ 154 സോണറ്റ്സിലും വെറൈറ്റി ഓഫ് തീംസ് ആണ് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ലവ് ഒരു തീമായിട്ട് വരുന്നുണ്ട്, ബ്യൂട്ടി, ടൈം, മോർട്ടാലിറ്റി, പവർ ഓഫ് ആർട്ട്, ടു ട്രാൻസ്കെൻഡ് ടൈം, കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, അതിൽ ഫ്രണ്ട്ഷിപ്പ്, ലസ്റ്റ്, ജലസി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷേക്സ്പിയറിന്റെ സോണറ്റിലെ തീമായിട്ട് വരുന്നു. അപ്പോൾ ബേസിക് ആയിട്ട് ഈ കുറച്ച് വാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഇത്രയുമാണ് സോണറ്റ് 121നെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് കൂടാതെ സോണറ്റിലെ ഈ 1 to 154 വരെയുള്ള സോണറ്റ് സീക്വൻസുകൾ എങ്ങനെ, ആ ഒരു ഡിവിഷൻ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം സോണറ്റ് 121 എന്ന് പറയുന്നത് ഫെയർ യൂത്ത് സീക്വൻസിലാണ് ഉൾപ്പെടുന്നത്. ഫെയർ യൂത്ത് സീക്വൻസിൽ വരുന്ന സോണറ്റ് ആണ് സോണറ്റ് 121 എന്ന് പറയുന്നത്. ഫെയർ യൂത്ത് സീക്വൻസ്, ഓക്കെ, ഫെയർ യൂത്ത് സീക്വൻസിന്റെ സോണറ്റ് ആണ്. അപ്പോൾ നമ്മൾ സോണറ്റിന്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. 3 ക്വാട്രെയിൻസ് അല്ലെ, പ്ലസ് ഫൈനൽ കപ്ലെറ്റ് ഉണ്ട്. അയംബിക് പെന്റാമീറ്റർ ആണ് ഇവിടെ മീറ്റർ ആയിട്ട് വരുന്നത് എന്നൊക്കെ ഓർത്തിരിക്കുക. അയംബിക് പെന്റാമീറ്റർ. ഇനി സോണറ്റ് 1 to 126 വരെ ഫെയർ യൂത്ത് സീക്വൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 121 ഫെയർ യൂത്ത് സീക്വൻസ് ആണെന്ന് മനസ്സിലാക്കുന്നത് അല്ലെ. ഇനി 127 to 152 വരെ
ഡാർക്ക് ലേഡി സീക്വൻസ് ആണ്. ഡാർക്ക് ലേഡി സീക്വൻസ് ആണ്. അപ്പോൾ 53ഉം 54ഉം അത് ക്യൂപിഡ് സോണറ്റ്സ് ആണ്. ക്യൂപിഡ് സോണറ്റ്സ് ആണ്. അതുപോലെ തന്നെ 1 to 17നെ പ്രൊക്രിയേഷൻ സോണറ്റ്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ 78 to 86നെ റൈവൽ പോയറ്റ് സോണറ്റ്സ് ആയിട്ടും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും ഡിവിഷൻ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി സോണറ്റ് 121നെ ബേസ് ചെയ്ത് 2-3 പോയിന്റ് കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യുകയാണ്. അതായത് സോണറ്റ് 121ന്റെ തീം എന്താണ്? നമ്മൾ ജനറൽ ആയിട്ട് ഷേക്സ്പിയറിന്റെ സോണറ്റിലെ തീമുകളെ കുറിച്ചൊക്കെ കണ്ടു. അങ്ങനെയെങ്കിൽ പെർട്ടിക്കുലർലി ഈ സോണറ്റ് 121നെ എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾക്കറിയാം ക്രിറ്റിക് ഓഫ് ഹിപ്പോക്രസി ആണ് അല്ലേ? ഒരു പവർഫുൾ ഡിഫൻസ് ഓഫ് ഇൻഡിവിജ്വലിസം കൂടിയാണ് നമ്മൾക്ക് ഈ വർക്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 2 വാക്കുകൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇൻഡിവിജ്വലിസവും ക്രിറ്റിക് ഓഫ് ഹിപ്പോക്രസിയാണ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള തീം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഒരു പവർഫുൾ ഡിഫൻസ് ഓഫ് ഇൻഡിവിജ്വലിസവും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളുടെ ബൈ ട്രാൻസ്ഫറിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോയത്തിലെ വരികൾ പിക്ക് ചെയ്തിട്ട് ഇത് ഏത് പോമിലെയാണ് എന്ന് ചോദിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോം എന്ത് ചെയ്യുക? ഒരു പോം 10 പ്രാവശ്യം നിങ്ങൾ വായിക്കുക. എക്സാമിന് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 10 പ്രാവശ്യമെങ്കിലും ഈ പോം വായിച്ചിട്ടുണ്ടാവണം. ഓരോ പോം 23 പോംസ് ആണ് ഉള്ളത്. അത് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ വായിക്കുക. ഏതിലെ വരികളാണ് എന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപക്ഷെ ആ ഒരു വർക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ച് ആ വരികളുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിന് സാധ്യമാകും. അപ്പോൾ ഫസ്റ്റ് ലൈൻ സോണറ്റ് 121ന്റെ ഫസ്റ്റ് ലൈൻ ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വരിയാണ് അല്ലേ? ഇറ്റ്സ് ബെറ്റർ ടു ബി വൈൽ ദാൻ വൈൽ എസ്റ്റീംഡ് അല്ലേ? അതുപോലെ തന്നെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? സോണറ്റ് 121ലെ ഓൾ മെൻ ആർ ബാഡ് ആൻഡ് ഇൻ ദെയർ ബാഡ്നെസ് റൈൻ എന്ന് പറയുന്ന വരിയാണ്. ഇത് കൂടാതെ ഒരു ബിബ്ലിക്കൽ അല്യൂഷൻ ഉള്ള ഒരു ലൈൻ കൂടിയുണ്ട്. എല്ലാവരും എപ്പോഴും കോട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വരി കൂടിയാണ് ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ഈ സോണറ്റ് 121നെ ബേസ് ചെയ്ത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ആണ്. എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ജോൺ ഡന്റെ വർക്ക് ആണ് എന്ന് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവണം. ജോൺ ഡൺ മെറ്റഫിസിക്കൽ പോയട്രി അല്ലെ? മെറ്റഫിസിക്കൽ പോയട്രി ആയിട്ട് കണക്റ്റഡ് ആണ്. വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് ഒരു മെറ്റഫിസിക്കൽ പോം ആണ്. ഈ ഒരു പോം എഴുതിയിട്ടുള്ള ഇയർ 1611 1612 ആണ് എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് നമ്മൾ ഓർത്തിരിക്കണം 1633ലാണ്. 1633ലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളക്ഷൻ ഏതാണ് എന്നറിയണ്ടേ? ഏത് കളക്ഷനിലാണ്? സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്ന് പറയുന്ന 1633ലെ കളക്ഷനിലാണ് എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ജോൺ ഡൺ ഇത് ആർക്ക് വേണ്ടി എഴുതി? നമ്മളുടെ ജോൺ ഡണ്ണിന്റെ വൈഫാണ് ആൻ ഡൺ എന്ന് നമുക്കറിയാം അല്ലെ? ആൻ ഡൺ അന്ന് ഹെവിലി പ്രഗ്നന്റ് ആയിരുന്നു. ആ ഒരു ടൈമിന് ജോൺ ഡൺ റോട്ട് ഇറ്റ് ഫോർ ഹിസ് വൈഫ് ആനിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോം എഴുതുന്നത്. എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് നമുക്കറിയാം ഇതൊരു ഫെയർവെൽ പോം ആണ് അല്ലെ? ഒരു ഫെയർവെൽ പോം ആണ് എന്ന് നമുക്കറിയാം. വാലഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഫെയർവെൽ എന്നാണ് അല്ലെ? ഫോർബിഡിംഗ് മോർണിംഗ് എന്ന രീതിയിലാണ് ഇതിന്റെ ടൈറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ ജോൺ ഡൺ ഇത് വൈഫ് ആൻ ഡണ്ണിന് വേണ്ടിയിട്ട് എഴുതുന്നു ബിഫോർ ഹി ലെഫ്റ്റ് ഓൺ എ ട്രിപ്പ് ടു കോണ്ടിനെന്റൽ യൂറോപ്പ്. ഓക്കെ, കോണ്ടിനെന്റൽ യൂറോപ്പ്. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് മിഷന് ഫ്രാൻസിലോട്ട് പോവുകയാണ്. അതിനു മുൻപാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഒരു പോമിലാണ് നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് കോമ്പസ് അനാലജി ആ കപ്പിളിന്റെ ലവിനെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രാഫ്റ്റിംഗ് കോമ്പസ് അനാലജി അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിലാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര ലൈൻസ് ആണ് ഈ പോമിലുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ധൈര്യത്തോടെ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ 36 വരികൾ
എന്ന രീതിയിൽ നമ്മൾ ഓർത്തിരിക്കും. ഇനി 36 ഓർത്തെടുക്കാനായിട്ട് ഇതിന്റെ പബ്ലിഷിംഗ് ഇയറുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ. 1633 ഇത് പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെയും 3+3 അങ്ങനെ 36 എന്നൊരു കണക്ഷൻ നമ്മൾക്ക് വെക്കാം. ഒരു ഡയറക്റ്റ് കോഡൊന്നുമല്ല, ജസ്റ്റ് ഒരു കണക്ഷൻ നമ്മൾക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. 9 into 4 is equal to 36 അല്ലെ. 9 സ്റ്റാൻസാസ് ആണ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോമിലുള്ളത്. അതുപോലെ അത് ക്വാട്രെയിൻസ് ആയിട്ടാണ്, 4 വരികളായിട്ടാണ് വന്നിട്ടുള്ളത്. 9 സ്റ്റാൻസാസ് ഓഫ് 4 ലൈൻസ് ആണ്, 36 ലൈൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ആസ് virtuous men pass mildly away എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് 2 ലൈൻസ് thy firmness make my circle just and makes me end where I began. ലാസ്റ്റ് 2 ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റൈം സ്കീം യൂസ് ചെയ്തിട്ടുള്ളത് എ ബി എന്ന റൈം സ്കീം ആണ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗിൽ യൂസ് ചെയ്തിട്ടുള്ളത്. റൈം സ്കീം ഏതാണ്? എ ബി ആണ്. ഇവിടെ മീറ്ററിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് നമ്മൾ ഓർത്തിരിക്കണം. പൊതുവെ നമ്മൾക്ക് അയംബിക് പെന്റാമീറ്റർ എന്ന് എഴുതാനായിട്ടായിരിക്കുമല്ലോ ആ ഒരു എപ്പോഴും നമ്മൾ അതാണ് കാണുന്നത് പൊതുവെ. ഇവിടെ അയംബിക് ടെട്രാമീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈച്ച് ലൈനിൽ 4 അയാംസ് ആണ് ഉള്ളത്. അയംബിക് ടെട്രാമീറ്റർ ആണ് എന്ന് ഓർക്കുക. കൂടാതെ നമ്മൾ കോമ്പസ് അനലജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് കൺസീറ്റ് ആണ് അല്ലെ, ഒരു കൺസീറ്റ് ആണ്. കൺസീറ്റ് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇലാബറേറ്റ്, ദാറ്റ് യൂസസ് ഇലാബറേറ്റ് മീൻസ് ടു എസ്റ്റാബ്ലിഷ് എ പാരലൽ ബിറ്റ്വീൻ 2 ഡിസിമിലർ ആയിട്ടുള്ള തിങ്സിനെ ആ ഒരു പാരലൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതിനെയാണ് കൺസീറ്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. മെറ്റഫിസിക്കൽ കൺസീറ്റ്. നെക്സ്റ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ആണ്. ഓൺ ഹിസ് ബ്ലൈൻഡ്നെസിന്റെ ജോണർ എന്ന് പറയുന്നത് അതൊരു സോണറ്റ് ആണ് അല്ലെ. ജോൺ മിൽട്ടന്റെ സോണറ്റ് ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ജോൺ മിൽട്ടന്റെ സോണറ്റ് ആണ്. സോണറ്റ് നമ്പർ 19. സോണറ്റ് നമ്പർ 19 ആണ് എന്ന് ഓർക്കുക. ഈ ഒരു സോണറ്റിന്റെ ഓപ്പണിംഗ് ലൈൻ ആണ്. ആ ഒരു പേരിലും ഈ സോണറ്റ് അറിയപ്പെടാറുണ്ട്. When I consider how my light is spent എന്ന രീതിയിലും ഈ സോണറ്റ് അറിയപ്പെടുന്നു. ഈ സോണറ്റ് എഴുതിയതായിട്ട് കരുതപ്പെടുന്നത് 1652, as early as 1652 ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ ഈ പബ്ലിഷ് ചെയ്യുന്ന ഇയർ ആണ് നമുക്കിവിടെ റിട്ടേൺ ഇയർ ആ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ പബ്ലിഷിംഗ് ഇയറിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടി വരും. ദി സോണറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ മിൽട്ടൺസ് 1673 പോംസ്. 1673 പോംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോഗ്രാഫ് നോട്ട്ബുക്കിലാണ്. അതിനെ ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ് എന്ന രീതിയിലും വിശേഷിപ്പിക്കാറുണ്ട്. ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ് എന്ന രീതിയിലും വിശേഷിപ്പിക്കാറുണ്ട് എന്ന് ഓർക്കുക. സോ ഈ ഒരു സോണറ്റ് ഏത് സോണറ്റ് ആണ്? സോണറ്റ് 19 അല്ലെങ്കിൽ മറ്റൊരു പേര് when I consider how my light is spent അല്ലെങ്കിൽ on his blindness. Okay, it was first published in Milton 1673 poemsൽ in his autograph notebook. Okay, autograph notebook അതിനെയാണ് ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി മിൽട്ടൺ 1673 പോംസിന് അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ആ പേരാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പേരാണ്. Poems etc. on several occasions by Mr. John Milton, both English and Latin, composed at several times എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു ടൈറ്റിൽ കൂടി ഇതിനുണ്ട്. ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നൊരു അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ് എന്ന പേരൊക്കെ നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കൂടാതെ ഈ ഒരു വർക്കിന്റെ കൂടെ, അതായത് മിൽട്ടൺ 1673 പോംസ് എന്ന് പറയുന്ന കളക്ഷന്റെ കൂടെ ഒരു എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാക്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷേക്സ്പിയറിന്റെ സോണറ്റിന്റെ കൂടെ ലവേഴ്സ് കംപ്ലൈന്റ് എന്ന് പറയുന്ന നറേറ്റീവ് പോം ഇൻക്ലൂഡ് ചെയ്തതുപോലെ ഈ ഒരു കളക്ഷന്റെ കൂടെ ഒരു ട്രാക്ട് ഓൺ എഡ്യൂക്കേഷൻ കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഈ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിനെ ബേസ് ചെയ്ത് പൊതുവെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്, ചിലടത്ത് ഈ സോണറ്റ് 16 എന്ന് കണ്ടല്ലോ മിസ്സേ എന്ന് സംശയം ചോദിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആ ഒരു സംശയമാണ് ഞാൻ ഇവിടെ ക്ലാരിഫൈ ചെയ്യുന്നത്. അതായത് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന വർക്കിന്റെ എന്ന സോണറ്റിന്റെ മറ്റൊരു പേരാണ് വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഇസ് സ്പെൻഡ് അല്ലെ. ഈ ഒരു വർക്കിനെ തന്നെ നമ്മൾ സോണറ്റ് 19 എന്നുകൂടി വിശേഷിപ്പിക്കുന്നു. അത് അദ്ദേഹം ആ ഒരു ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റില്
ഈ ഒരു സോണറ്റിന് കൊടുത്തിരുന്ന നമ്പർ സോണറ്റ് 19 എന്നായിരുന്നു. പക്ഷെ പിന്നീട് പല എഡിഷൻസ് വന്നപ്പോൾ ഈ ഒരു സോണറ്റിന്റെ നമ്പർ 16 ആയിട്ട് മാറുന്നു. അത് മിൽട്ടൺ ചെയ്തതല്ല, അത് ആ ഒരു പ്രിന്റിംഗ് ചെയ്തിട്ടുള്ളവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ മിൽട്ടൺ ഈ ഒരു സോണറ്റിന് കൊടുത്തിട്ടുള്ള നമ്പർ ഏതാണ്? 19 ആണ്. നമ്മൾക്ക് അത് പഠിച്ചാൽ മതി. സോണറ്റ് നമ്പർ 19 ആണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സോണറ്റ് ഏത് ഫോമിലാണ്? പെട്രാർക്കൻ സോണറ്റ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. പെട്രാർക്കൻ സോണറ്റ് ആണ്, സോണറ്റിന്റെ ഫോം ആണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുക. പെട്രാർക്കൻ സോണറ്റ്. അവിടെ മിൽട്ടന്റേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങള്, മിൽട്ടന്റേതായിട്ടുള്ള ചെറിയ ഫോമിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ ഈ സോണറ്റിന്റെ ഫോം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രാർക്കൻ ആണ് എന്ന് പറയാനായിട്ട് ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ റൈം സ്കീം അബ്ബ അബ്ബ കടകട എന്ന രീതിയിൽ നമ്മൾക്ക് ഓർത്തിരിക്കാവുന്നതാണ്. പെട്രാർക്കൻ സോണറ്റിന്റെ റൈം സ്കീം എന്ന രീതിയിൽ ഓർത്തിരിക്കുക. അയംബിക് പെന്റാമീറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു adheres to Miltonic conception of the form with a greater usage of enjambment. എൻജാബ്മെന്റ് ഒരു ഗ്രേറ്റർ യൂസേജ് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു പോമിലെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻജാബ്മെന്റ് അല്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അടുത്ത സ്ലൈഡിൽ കാണുന്നതാണ്. ആ ഒരു കാര്യത്തിലോട്ട് പോകുന്നതിന് മുൻപേ ഈ ഒരു സോണറ്റിന്റെ ഓപ്പണിംഗ് ലൈൻ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു അല്ലെ? അതിന്റെ ടൈറ്റിൽ കൂടിയായി മാറിയിട്ടുള്ള ഒരു ലൈനാണ് when I consider how my light is spent. അതുപോലെ തന്നെ ഈ ഒരു വർക്കിന്റെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. they also serve wholly stand and wait എന്ന് പറയുന്നതും. പിന്നീട് നമ്മൾ സോണറ്റില് I am that I am എന്നത് ഒരു അല്യൂഷൻ എന്ന രീതിയിൽ ഓർത്തിരുന്നത് പോലെ തന്നെ ഇവിടെ ഒരു വരിയുണ്ട് that one talent which is death to hide എന്ന് പറയുന്നത്. അവിടെ ഒരു parable of talents in the gospel of Matthew എന്ന രീതിയിൽ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 3 വരികൾ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് 3ഉം ഓർക്കുക. നമ്മൾ ഈ ഒരു ഫോം, ഈ സോണറ്റിന്റെ ഫോം പെട്രാർക്കൻ സോണറ്റ് ആണെന്ന് പറഞ്ഞു. 14 വരികൾ തന്നെയാണ് പെട്രാർക്കൻ സോണറ്റിലും ഉള്ളത്. പക്ഷെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഒക്ടേവും സെസ്റ്ററ്റുമാണ് വരുന്നത് അല്ലെ? ആ ഒരു സ്ട്രക്ചറിൽ വരുന്നത്. അതിൽ ഒക്ടേവിന്റെ റൈം സ്കീമാണ് നമ്മളുടെ ABBA, പിന്നീട് CDE എന്ന റൈം സ്കീം വരുന്നു. അതുപോലെ ഈ ഒരു വർക്കില് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ സോണറ്റ് നമ്പർ 19 അല്ലെങ്കിൽ മറ്റൊരു പേര് when I consider how my light is spent, ഇതിൽ വരുന്ന തീം എന്ന് പറയുന്നത് ഡിവൈൻ വിൽ, ഹ്യൂമൻ സഫറിംഗ് ആൻഡ് ദി വെർച്യൂ ഓഫ് പേഷ്യൻസ് അല്ലെ? they also serve wholly stand and wait എന്നൊക്കെ പറയുമ്പോൾ പേഷ്യൻസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഈ വർക്കിന്റെ തീം എന്ന് പറയുന്നത്. ഇവിടെ prominent figure of speech personification ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മിൽട്ടൺ ആ ഒരു പെട്രാർക്കൻ സോണറ്റില് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻജാബ്മെന്റ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടെ ഈ എൻജാബ്മെന്റ്, ഈ പേഴ്സോണിഫിക്കേഷൻ, പേഷ്യൻസിന്റെ ഒക്കെ പേഴ്സോണിഫിക്കേഷനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? പേഴ്സോണിഫിക്കേഷൻ ആണ് എന്ന് ഓർക്കുക. അതുപോലെ ഈ ഒരു പോം എന്ന് പറയുമ്പോൾ ഒരു ഡീപ്ലി ഇൻട്രോസ്പെക്റ്റീവ് സോണറ്റ് ആണ്. അത് പോയിറ്റിന്റെ ആ ഒരു സ്പിരിച്വൽ ക്രൈസിസ്, അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം അല്ലെ, ഫോളോവിങ് ഹിസ് ലോസ് ഓഫ് സൈറ്റ് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദ പോം ഓപ്പൺസ് വിത്ത് എ ലെമന്റ് ആണ് അല്ലെ? മിൽട്ടൺ പറയുന്നുണ്ട് when I consider how my light is spent എന്ന് പറയുന്നു. അപ്പോൾ മിൽട്ടൺ റിഫ്ലെക്ട്സ് ഓൺ ഹൗ ഹിസ് ലൈറ്റ്, അത് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റഫർ. എന്തിന്റെയൊക്കെ മെറ്റഫർ ആണ്? വിഷന്റെയും അദ്ദേഹത്തിന്റെ ലൈഫിന്റെ വൈറ്റാലിറ്റിയുടെയും മെറ്റഫർ ആണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പോം ഓപ്പൺ ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് ആണ്. ഈ ഒരു വർക്കിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് വർഷങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് റിട്ടൺ എറൗണ്ട് ആണ് കേട്ടോ, 1742. ഇത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് 12th June 1750 1750 കംപ്ലീറ്റ് ആകുന്നു. ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 15th February 1751.
അപ്പോൾ റിട്ടൺ 1750, പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1751. ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക. ഈ ഒരു വർക്ക് ഇറ്റ് വാസ് പാർട്ട്ലി ഇൻസ്പയർഡ് ബൈ ഗ്രേസ് തോട്ട്സ് ഫോളോവിംഗ് ദി ഡെത്ത് ഓഫ് ദി പോയിറ്റ് റിച്ചാർഡ് വെസ്റ്റിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതിന്റെ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ നമുക്ക് ഈ പോമിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ പോമിനെ ബേസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എപ്പോഴും ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്തായിരുന്നു എന്ന്. ഈ ഒരു വർക്കിന്റെ ഒറിജിനൽ ടൈറ്റിൽ സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചേർച്ച് യാർഡ് എന്നായിരുന്നു എന്ന് ഓർത്തിരിക്കുക. സ്റ്റാൻസാസ് റോട്ട് ഇൻ എ കൺട്രി ചേർച്ച് യാർഡ്. ഈ ഒരു പോം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് 1750 ജൂൺ 12 എന്ന് നമ്മൾ പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്യുന്നത് അദ്ദേഹം ചർച്ച് ഓഫ് സെന്റ് ഗൈൽസ് സ്റ്റോക്ക് പോർജസിന്റെ അടുത്ത് താമസിക്കുമ്പോഴാണ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഈ നെയിം ഒക്കെ, ഈ ചേർച്ചിന്റെ പേരൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ കണ്ടു ഈ ഒരു പോം എഴുതി കംപ്ലീറ്റ് ആവുന്നത് 1750 51 ഇത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ തോമസ് ഗ്രേ ഈ ഒരു പോം എഴുതിയതിനു ശേഷം ആർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു? അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഹൊറേസ് വാൾപോളിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അദ്ദേഹമാണ് ഈ ഒരു പോമിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ലണ്ടൻ ലിറ്റററി സർക്കിൾസിലൊക്കെ പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? ഹൊറേസ് വാൾപോൾ ആണ്. അപ്പോൾ ഹൊറേസ് വാൾപോൾ ഈ ഒരു പോം പോപ്പുലറൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ പോമിന്റെ കൂടെ ഒരു പ്രിഫേസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡ് എന്ന് പറയുന്ന പോമിന്റെ കൂടെ ഉള്ള പ്രിഫേസ് ആരെഴുതിയതാണ് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. അപ്പൊ നമ്മളുടെ ഉത്തരം ഹൊറേസ് വാൾപോൾ ആണ്. ഇനി അദ്ദേഹം ഈ ഒരു പോമിനെ കുറിച്ച് ഹൊറേസ് വാൾപോൾ പറയുന്നുണ്ട്, ഈ ഒരു പോം എന്റെ കയ്യിൽ ആക്സിഡന്റലി എത്തിച്ചേർന്നതാണ് എന്ന് കൂടി ചേർക്കുന്നു. The following poem came into my hands by accident എന്ന് ആര് പറയുന്നു? ഹൊറേസ് വാൾപോൾ പറയുന്നു. ഇനി ഈ പോമിന്റെ ടൈറ്റില് എലിജി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പോം എന്ന് പറയുന്നത് ഒരു എലിജി നെയിം ആണ്, പേരിൽ മാത്രമാണ് എലിജി എന്നുള്ളത്. ഒരു ഫോമിൽ നമ്മൾക്ക് എലിജിയാക് ഫോമും ആ സ്ട്രക്ചർ ഒന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഹീറോയിക് 32 സ്റ്റാൻസാസ് ആണ്, 32 സ്റ്റാൻസാസ് ആണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതില് 29 ക്വാട്രെയിൻസ് കഴിഞ്ഞിട്ട് 3 ക്വാട്രെയിൻസ് എന്ന് പറയുന്നത് എപ്പിതാഫ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 23 പ്ലസ് 3 ക്വാട്രെയിൻസ് 32 സ്റ്റാൻസാസ് ആണ്. 32 സ്റ്റാൻസാസ് എന്ന് പറയുമ്പോൾ ക്വാട്രെയിൻസ് എന്ന് പറയുമ്പോൾ 32 into 4 ആണ് അല്ലെ? 32 into 4 ആണ് 128 ലൈൻസ് ആണ് ടോട്ടൽ ലൈൻസ് എന്ന് പറയുന്നത്. 128 ലൈൻസ് ആണ്. ഓരോ ക്വാട്രെയിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് AB എന്ന റൈം സ്കീമും മീറ്റർ ഏതാണ്? അയാംബിക് പെന്റാമീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി മറക്കാതിരിക്കുക. അടുത്തതായിട്ട് എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡിന്റെ ഓപ്പണിംഗ് ലൈൻ ആണ്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വരിയാണ് അല്ലെ? ദി കർഫ്യൂ ടോൾസ് ദ നെൽ ഓഫ് പാർട്ടിംഗ് ഡേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വർക്കിന്റെ അവസാനത്തെ വരി, അതായത് എപ്പിതാഫിന്റെ അവസാനത്തെ വരി, there they alike in trembling hope repose the bosom of his father and his God എന്ന രീതിയിൽ. ഓക്കെ, ഇനി ഈ ഒരു പോമിലെ മേജർ തീംസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഡെത്ത് ഉണ്ട്, ട്രാൻസിയൻസ് ഓഫ് ലൈഫ്, മെമെന്റോ മോറി. എന്താണ് ഈ മെമെന്റോ മോറി എന്ന് പറയുന്നത്? മെമെന്റോ മോറി അത് ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ മെമെന്റോ മോറിയുടെ ലാറ്റിൻ ഫ്രേസ് ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു ഡൈ. നമ്മൾ എല്ലാവരും മരിക്കും, എല്ലാവർക്കും മരണം സുനിശ്ചിതമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ ഈ ഒരു പോമിന്റെ തീമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വേരിയസ് സോഷ്യൽ ക്ലാസ്, അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ റിഗാർഡ്ലെസ് ഓഫ് സോഷ്യൽ ക്ലാസ് എല്ലാവരും they find joy in love എന്നത് നമുക്ക് ഈ ഒരു വർക്കിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ? അതൊക്കെ ഈ ഒരു വർക്കിന്റെ തീമായിട്ട് വരുന്നു എന്ന് മറക്കാതിരിക്കുക. അടുത്ത വർക്ക് എന്ന് പറയുന്നത് ടിൻറ്റൺ ആബി ആണ്. ടിൻറ്റൺ ആബി എന്ന് നമ്മൾ ഷോർട്ട് ആയിട്ട് അബ്രീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ പറയുമെങ്കിലും ഈ ഒരു പോമിന്റെ ടൈറ്റിൽ വളരെ ലെങ്തി ആണ്. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ ശ്രദ്ധിച്ചൊരു 5 പ്രാവശ്യമൊക്കെ വായിച്ചു വെച്ചോളൂ. Lines written or composed a few miles above Tintern Abbey
on revisiting the banks of Wai. അപ്പോൾ ഇവിടെ ഒരു റിവറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. വൈ എന്ന റിവർ ആണ്. ഡ്യൂറിങ് എ ടൂർ ജൂലൈ 13, 1798. ടിൻറ്റൻ ആബിയുടെ ടൈറ്റിലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ് ഏതാണ് എന്ന് ചോദിക്കാം. ജൂലൈ 13, 1798. അങ്ങനെയൊക്കെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഇറ്റ് വാസ് റിട്ടൺ ബൈ വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിന്റെ വർക്ക് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. വില്യം വേർഡ്സ്വർത്തിന്റെ വർക്ക് ആണ്. അദ്ദേഹം ഈ ഒരു വർക്ക് എഴുതുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ എ വാക്കിംഗ് ടൂർ വിത്ത് ഹിസ് സിസ്റ്റർ. അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഡൊറോത്തി അല്ലെ. ഡൊറോത്തി എന്നാണ് അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ പേര് എന്നുകൂടി മറക്കാതിരിക്കുക. അപ്പോൾ ഈ പോമിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ എൻകൗണ്ടർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കൺട്രി സൈഡ്, റിവർ വൈഡ്, തീരം അല്ലെ. അദ്ദേഹത്തിന്റെ ജനറൽ ഫിലോസഫി ആയിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് അദ്ദേഹം അവതരിപ്പിക്കുന്നു നമ്മളുടെ മുന്നിൽ. അദ്ദേഹം ഈ ഒരു വൈ വാലി അല്ലെങ്കിൽ ഈ റിവർ വൈഡ് വാലി വിസിറ്റ് ചെയ്തിരുന്നത്, ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് 23ാമത്തെ വയസ്സിലായിരുന്നു. ഇപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് റീവിസിറ്റിംഗ് ആണ് എന്ന് ടൈറ്റിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 28ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ റീവിസിറ്റിംഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി അല്ലെ. സോ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് 23ാമത്തെ വയസ്സിലായിരുന്നു വേർഡ്സ്വർത്ത്. ഇനി 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ഒരു റിവർ വൈഡ് വാലി വിസിറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ഒരു പോമിന് കാരണമാകുന്നത് എന്ന് കൂടി മറക്കാതിരിക്കുക. ലിറിക്കൽ ബാലഡ്സും നമ്മൾക്ക് പഠിക്കാനുണ്ട് അല്ലെ. ലിറിക്കൽ ബാലഡ്സിലെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ടിൻറ്റൻ ആബി എന്ന് പറയുന്ന പോം ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ആസ് ദി ഫൈനൽ പോം ഇൻ ലിറിക്കൽ ബാലഡ്സ്. ലിറിക്കൽ ബാലഡ്സിലെ ഫൈനൽ പോം ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. പിന്നെ ടിൻറ്റൻ ആബി എന്ന് പറയുന്ന ഈ ഒരു വലിയ പോമില് എത്ര വരികളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 162 ലൈൻസ് ആണ്. 162 ലൈൻസ് ആണ് എന്ന് മറക്കാതിരിക്കുക. 162 ലൈൻസ് ആണ്. അത് 5 സ്റ്റാൻസ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാൻസ ആയിട്ട്. അത് വേരിയിങ് ലെങ്ത്തിന്റെ സ്റ്റാൻസാസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ 22 വരികളുണ്ട്. സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് വരുമ്പോൾ 28 ലൈൻസ് ആണ്. തേർഡ് 9 ആണ്. ഫോർത്ത് 54 ആണ്. ഫിഫ്ത് 49 ആണ്. അങ്ങനെ വേരിയിങ് ലെങ്തിലുള്ള 5 സ്റ്റാൻസാസ് ആണ്. ഇതെല്ലാം സമപ്പ് ചെയ്യുന്നത് 162 ലൈൻസ് ആണ് എന്ന് കൂടി ഓർക്കുക. ടിൻറ്റൻ ആബി എന്ന് പറയുന്ന പോം ഇറ്റ് ഇസ് റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ് ആണ്. ഇത് ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിരിക്കുന്നു. അൺറൈംഡ് iambic പെന്റാമീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഓപ്പണിംഗ് ലൈൻ 5 ഇയേഴ്സിന് ശേഷമാണ് അദ്ദേഹം 28ാമത്തെ വയസ്സിൽ റിവർ വൈഡ് വാലി വിസിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. 5 years have passed, 5 summers with the length of 5 long winters, again I hear എന്ന രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ലൈൻസിലും ആ ഒരു ലാൻഡ്സ്കേപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് കാണാം. This green pastoral landscape were to me more dear, both for themselves and for thy sake എന്ന് പറയുന്ന വരിയാണ് അവസാനത്തെ വരികൾ എന്ന് കൂടി മറക്കാതിരിക്കുക. ടിൻറ്റൻ ആബി എന്ന് പറയുന്ന പോമിലെ തീം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറേഷൻ, പവർ ഓഫ് മെമ്മറി, അതുപോലെ തന്നെ കൺസലേഷൻ ഓഫ് നേച്ചർ, കമ്മ്യൂണിയൻ വിത്ത് നേച്ചർ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു പാന്തീസം അല്ലെ. പാന്തീസം എന്ന് പറയുന്ന പാന്തീസ്റ്റിക് വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം വേർഡ്സ്വർത്തിന്റെ പോയട്രിയിൽ നമുക്ക് ഈ പാന്തീസ്റ്റിക് ആയിട്ടുള്ള ബിലീഫ്സ് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നേച്ചറിനെ തന്നെ ഈ ദൈവത്തിന്റെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ ഒരു സ്പിരിച്വൽ പ്രസൻസ് ആണ് ഈ ഒരു നാച്ചുറൽ വേൾഡിൽ. അദ്ദേഹം ഓരോ കാര്യത്തിലും ആ ഒരു സ്പിരിച്വൽ പ്രസൻസ് കാണുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ യൂണിവേഴ്സ് അതുപോലെ തന്നെ ഈ നേച്ചറും ഒന്നാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ഈ ഒരു വർക്കിന്റെ ജോണറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലൊരു ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വളരെ വിവിഡ് ആയിട്ട് നമുക്ക് ഈ ഒരു വർക്കിൽ കാണാനായിട്ട് പറ്റുന്നു. അതുകൊണ്ട് ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്ന രീതിയിൽ ഈ വർക്കിനെ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ടു എ സ്കൈലാർക്ക് ആണ്. ടു എ സ്കൈലാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ PB ഷെല്ലിയുടെ പേര് വന്നിട്ടുണ്ടാവും. PB ഷെല്ലി. ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന പോം കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് ജൂൺ 1820 ഈ ഒരു ഇയറിൽ തന്നെയാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ ഇതൊരു ലിറിക്കൽ ഡ്രാമ, പ്രൊമിത്യൂസ് അൺബൗണ്ട് എന്ന് പറയുന്ന ഡ്രാമയുടെ ഭാഗമായിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്.
ഓക്കെ, ആ ഒരു പിക്ചർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൊമിഥ്യൂസ് അൺബൗണ്ട്, എ ലിറിക്കൽ ഡ്രാമ ഇൻ 4 acts വിത്ത് അതർ പോംസ് എന്ന് കൊടുത്തിരിക്കുന്നു. ആ അതർ പോംസിൽ ഒന്നാണ് ഏത്, നമ്മളുടെ 2A സ്കൈലാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിഷ് ചെയ്ത വർഷം അതേത് തന്നെയാണ്, നമ്മളുടെ 1820 തന്നെയാണ് എന്ന് ഓർക്കുക. അതുപോലെ പബ്ലിഷേഴ്സ് ആണ് ചാൾസും, ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാൾസ് ആൻഡ് ജെയിംസ് ഓലിയർ, ജെ ഓലിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. പബ്ലിഷേഴ്സ് ആണ് ചാൾസ് ആൻഡ് ജെയിംസ് ഓലിയർ ഇൻ ലണ്ടൻ. ലണ്ടന്റെ പേരും ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ പ്രൊമിഥ്യൂസ് അൺബൗണ്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പോം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പബ്ലിഷ് ചെയ്ത ഇയറും ഏത് തന്നെയാണ്, 1820 തന്നെയാണ്. കംപ്ലീറ്റ് ചെയ്തതും 1820 തന്നെയാണ്. ഇനി എന്താണ് ഈ ഒരു പോമിന് ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്? An evening walk in the country near Livorno, Italy. ഈ പേര് പഠിച്ചിരിക്കുക, ലിവോണോ, ഇറ്റലി. ഈ ലിവോണോ എന്നത് ഇറ്റാലിയൻ നെയിം തന്നെയാണ്, ഒരു സിറ്റിയാണ് ഇറ്റലിയിലെ ലിവോണോ. ഇതിനൊരു ഇംഗ്ലീഷ് നെയിം ഉണ്ട്, അതാണ് ലെഗോൺ എന്ന് പറയുന്നത്. പൊതുവെ സ്റ്റുഡൻസിനൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, ഇത് രണ്ടും ഒന്നാണോ അതോ ഇത് വേറെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ഓർക്കുക. അപ്പോൾ അദ്ദേഹം ഒരു ഈവനിങ് വാക്ക് ലിവോണോ സിറ്റിയിലൂടെ നടത്തുകയാണ് വിത്ത് ഹിസ് വൈഫ് മേരി ഷെല്ലി. എന്നിട്ട് ഹി ഡിസ്ക്രൈബ്സ് ദി അപ്പിയറൻസ് ആൻഡ് സോങ് ഓഫ് എ സ്കൈലാർക്ക്. അവർ കാണുന്ന ഒരു സ്കൈലാർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു പോമിന്റെ ഭാഗം ആകുന്നത്. 2A സ്കൈലാർക്ക് എന്ന് പറയുന്ന പോമില് നമ്മൾക്ക് 105 ലൈൻസ് ആണ് കാണാനായിട്ട് സാധിക്കുക. അതായത് 21 സ്റ്റാൻസാസ് ഓഫ് 5 lines each. അപ്പൊ 21 into 5 ആണ് ഈ 105 എന്ന് പറയുന്ന ആ ഒരു നമ്പറിലോട്ട് എത്തിയിട്ടുള്ളത് അല്ലേ. പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നമ്പർ ആണ്. കൂടാതെ each stanza also consists of 4 shorter lines. 4 shorter linesഉം ഈ followed by a significantly longer 5th line ഇത്തിരി വലുതായിരിക്കും. longer 5th line. ആ ഒരു രീതിയിലാണ് ഈ പാറ്റേൺ പോകുന്നത്. ഇനി ഈ 5 ലൈൻസിന്റെ സ്റ്റാൻസാസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എത്ര സ്റ്റാൻസാസ് ഉണ്ട് എന്ന് 2A സ്കൈലാർക്കിൽ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഓപ്ഷനിൽ നിങ്ങൾക്ക് 21 സിൻക്വൻസ് എന്ന രീതിയിൽ ഒരു ടേം കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ 21 സിൻക്വൻസ് എന്ന് കാണുമ്പോൾ പൊതുവെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇത് വരുന്നതെങ്കിൽ നിങ്ങൾ ആകെ ഒന്ന് ഷോക്കായിട്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ സിൻക്വൻ എന്ന് പറയുന്നത് ഒരു 5 ലൈൻ പോം ആണ്, ഒരു സ്പെസിഫിക് സിലാബിക് സ്ട്രക്ചർ ഒക്കെ ഉള്ള ഒരു 5 ലൈൻ പോമിനെയാണ് സിൻക്വിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ലൈൻസ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ സിൻക്വിൻ 21 സിൻക്വിൻസ് എന്ന രീതിയിലും നമ്മൾ ഇതൊന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് 4 ലൈൻസ് ട്രൊക്കൈക് ട്രൈമീറ്ററിലാണ്. ഇനി 5th ആണെങ്കിൽ അയംബിക് ഹെക്സാമീറ്റർ, ഒരു അലക്സാൻഡ്രിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സംഭവം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം അല്ലെ. അതുപോലെ തന്നെ റൈം സ്കീം 5 ലൈൻസ് ആണ്, സിൻക്വിൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. A B A B B. ഓക്കെ, അതാണ് നമ്മുടെ റൈം സ്കീം ആയിട്ട് വരുന്നത്. ഈ ഒരു പോമിന്റെ തീംസ് ആയിട്ട് വരുന്നത് പവർ ഓഫ് നേച്ചർ നമുക്ക് പറയാൻ പറ്റും. ഒരു സ്റ്റേറ്റ് ഓഫ് പ്യൂരിഫൈഡ് എക്സിസ്റ്റൻസിനെ കുറിച്ച് ഈ പോമിൽ പറയുന്നുണ്ട്. ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ എക്സ്പ്രഷൻ, ഇതൊക്കെ ഈ ഒരു പോമിന്റെ തീമായിട്ട് വരുന്നുണ്ട്. ഇനി ഓപ്പണിംഗ് ലൈൻ ആണ് ഹെയിൽ ടു ദി ബ്ലഡ് സ്പിരിറ്റ് ബർത്ത് ദൗ നെവർ വേർട്ട്. അതുപോലെ ലാസ്റ്റ് ലൈൻ ആണ് ദ വേൾഡ് ഷുഡ് ലിസൺ ദെൻ ആസ് ഐ ആം ലിസണിങ് നൗ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഓൺ ഓൺ എ ഗ്രേഷ്യൻ ഏൺ ആണ്. ഓൺ ഓൺ എ ഗ്രേഷ്യൻ ഏൺ എഴുതിയിട്ടുള്ള വർഷം റിട്ടേൺ ഇയർ ആണ് 1819. ഒരു ഫാൻസി നമ്പർ ആണ് അല്ലെ, 1819. ഒരു ഗ്രേഷ്യൻ ഏൺ വരച്ചു വെക്കുക, അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇയർ എഴുതി വെക്കാവുന്നതാണ്, മറക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 1819 എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്? ഏനൽസ് ഓഫ് ദി ഫൈൻ ആർട്സ് എന്ന് പറയുന്ന ആ ഒരു വർക്കിലാണ് ഇത് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഏനൽസ് ഓഫ് ദി ഫൈൻ ആർട്സ് ഇൻ 1819. അതിന്റെ പ്രിന്റ് വരുന്നത് ഈ ഏനൽസ് ഓഫ് ഫൈൻ ആർട്സ് 1819 എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിന്റെ പ്രിന്റ് പുറത്ത് പബ്ലിഷ് ചെയ്ത് വരുന്നത് 1820 അതുകൊണ്ടാണ് ഇതിന്റെ ബ്രാക്കറ്റിൽ ഒരു 1820 എപ്പോഴും കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു റാങ്ക് മേക്കിംഗ് പോയിന്റ് ആണ് ഈ ഏനൽസ് ഓഫ് ഫൈൻ ആർട്സിൽ ഈ പോമിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് മാത്രമായിരുന്നു. ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന് മാത്രമായിരുന്നു എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഏനൽസ് ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന മാഗസിനിൽ 1819 എന്ന രീതിയിൽ അതിൽ കൊടുത്തിരിക്കുന്നു. അത് പുറത്തു വരുന്നത് ജനുവരി 1820 എന്ന് പറഞ്ഞു. അതില് നമ്മളുടെ ഓൺ എ ഗ്രേഷ്യൻ ഏണിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്
ഓൺ എ ഗ്രേഷൻ ഏൺ എന്ന് മാത്രമായിരുന്നു. ഇനി ഏനേഴ്സ് ഓഫ് ദി ഫൈൻ ആർട്സ് 1816 മുതൽ 1820 വരെ 5 വോളിയങ്ങളിലായിട്ട് പുറത്തു വന്നിട്ടുള്ള മാഗസിൻ ആണ്, ഒരു ക്വാർട്ടർലി മാഗസിൻ ആണ്. 17 മാഗസിൻസ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ 16 to 20 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ അതിലെ ഫസ്റ്റ് 3 വോളിയം 1 ആയിട്ടും വോളിയം 2 പിന്നീടുള്ള 4 വർക്ക്സ് വന്നു. 8 മുതൽ 11 വരെ മൂന്നാമത്തെ വോളിയത്തിലും, അതുപോലെ 12 മുതൽ 15 വരെ നാലാമത്തെ വോളിയം, 16, 17 എണ്ണമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അത് വരുന്നത് ജാനുവരി ടു ജൂലൈ വരെയാണ്. അപ്പോൾ അതിലാണ് നമ്മളുടെ ഈ ലാസ്റ്റ് 1820 പ്രിന്റിലാണ് നമ്മളുടെ ഏത് വരുന്നത്, ഓഡ് ഓൺ എ ഗ്രേഷൻ ഏൺ വരുന്നത്. ഈ ഏനർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന വർക്ക് എഡിറ്റ് ചെയ്യുന്നത് ആർക്കിടെക്റ്റും ഓഥറുമായിട്ടുള്ള ജെയിംസ് എൽംസ് ആണ് എന്ന് ഓർക്കുക. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിരുന്നു ബെഞ്ചമിൻ ഹെയ്ഡൻ. ഈ ബെഞ്ചമിൻ ഹെയ്ഡനിൽ നിന്നിട്ടാണ് അദ്ദേഹം ജോൺ കീറ്റ്സിനെ കുറിച്ച് അറിയുന്നതും പിന്നീട് ജോൺ കീറ്റ്സിന്റെ മാഗസിൻ, അദ്ദേഹത്തിന്റെ ആ ഒരു ജോൺ കീറ്റ്സിന്റെ പോം അദ്ദേഹത്തിന്റെ മാഗസിനിൽ ഉൾപ്പെടുത്തുന്നതും. ഓക്കെ, ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദിസ് മാഗസിൻ. അതുപോലെ നമ്മളുടെ ജോൺ കീറ്റ്സ്, ഹി വാസ് ഇൻസ്പയർഡ് ടു റൈറ്റ് പോം ആഫ്റ്റർ റീഡിംഗ് 2 ആർട്ടിക്കിൾസ് അല്ലെ. ഒരു ഇൻസ്പിറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ബെഞ്ചമിൻ ഹെയ്ഡന്റെ 2 ആർട്ടിക്കിൾസ് വായിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു പോമിലോട്ട് എത്തുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. നമ്മളുടെ ജോൺ കീറ്റ്സ് 1819 തന്നെ 6 ഓഡ്സ് കമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 6 ഓഡ്സിന്റെ കൂടെ പിന്നീട് നമ്മൾ ഈ ഒരു ഓഡ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഓൺ എ ഗ്രേഷൻ ഏൺ എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേരെന്ന് പറഞ്ഞു അല്ലെ. പിന്നീട് ഓഡ് ഓൺ എ ഗ്രേഷൻ ഏൺ ആകുന്നത് എപ്പോഴാണ്, ജോൺ കീറ്റ്സിന്റെ സ്വന്തം കളക്ഷൻ വരുമ്പോഴാണ്. ദാറ്റ് വാസ് ഇൻ 1819 തന്നെ ആ ഒരു 6 ഓഡ്സ് കമ്പൈൽ ചെയ്യപ്പെടുമ്പോഴാണ്. ഇവിടെയും 5 സ്റ്റാൻസാസ് ഓഫ് 10 ലൈൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 5 സ്റ്റാൻസാസ് ആണ് കേട്ടോ, 5 സ്റ്റാൻസാസ് ഓഫ് 10 ലൈൻസ് ആണ്. 10 ലൈൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 5 സ്റ്റാൻസാസ് ഓഫ് 10 ലൈൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 50 ലൈൻസ് ആണ് ഈ ഒരു പോമിലുള്ളത്. ഇവിടെ പോയിന്റ് അഡ്രസ് ചെയ്യുന്നത് ഒരു ഗ്രീക്ക് ഏണിനെയാണ് അഡ്രസ് ചെയ്യുന്നത്, ഒരു ഏണിനെ അഡ്രസ് ചെയ്യുന്നു. ആൻഡ് ഡിസ്ക്രൈബിങ് ആൻഡ് ഡിസ്കോസിങ് അപ്പോൺ ദി ഇമേജസ് ഡെപിക്റ്റഡ് ഓൺ ഇറ്റ്, അതിൽ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള ഇമേജസിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ റിട്ടൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ വർക്ക് ഓഫ് വിഷ്വൽ ആർട്ട്, അതിനെ നമ്മൾ പറയുന്നത് ഇക്ഫ്രാസിസ് എന്നാണ്. ഇക്ഫ്രാസിസ് ഇതൊരു കീവേഡ് ആണ്, ഇത് പഠിച്ചു വെച്ചോളൂ. ഓഡ് ഓൺ എ ഗ്രേഷൻ ഏൺ എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് തന്നെ ഈ ഒരു ടേം കൂടി അവിടെ എഴുതി വെച്ചോളൂ. ഇക്ഫ്രാസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ദ പോയറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ പെയിന്റിംഗ് അല്ലെങ്കിൽ സ്കൾപ്ചർ ഇൻ വേർഡ്സ് ആണ് കേട്ടോ. ഇനി ഈ സ്റ്റാൻസ നമുക്കറിയാം 5 സ്റ്റാൻസാസ് ആണ് ഉള്ളത്. അത് ഓപ്പൺ ചെയ്യുന്നത് എ കൈൻഡ് ഓഫ് എ ക്വാട്രെയിൻ മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലീഷ് സോണറ്റ് പോലെ തോന്നിപ്പിക്കുന്ന എ ബി റൈം സ്കീമിലൊക്കെ നിൽക്കുന്ന ഒരു ക്വാട്രെയിൻ ആണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. ഇനി ക്ലോസ് ചെയ്യുമ്പോൾ അത് പിന്നീട് ഒരു സെസ്റ്റെറ്റ് ആണ്, ഒരു ട്രഡീഷണൽ സെസ്റ്റെറ്റ് ഓഫ് ഇറ്റാലിയൻ സോണറ്റ് CDE എന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഈ സെസ്റ്റെറ്റില് റൈം സ്കീം മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓഡ് ഓൺ എ ഗ്രേഷൻ ഏണിന്റെ റൈം സ്കീം എക്സാമിന് ചോദിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് എന്ന് മറക്കാതിരിക്കുക. ഓഡ് ഓൺ എ ഗ്രേഷൻ ഏണില് 5 സ്റ്റാൻസാസ് ആണ്, 10 ലൈൻസിന്റെ 5 സ്റ്റാൻസാസ് ആണ് എന്ന് നമ്മൾ കണ്ടു. 10 ലൈൻസിന്റെ 5 സ്റ്റാൻസാസ്. ഈ 10 ലൈൻസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ആണെങ്കിൽ 4 ക്വാട്രെയിനും ഉണ്ട്, ഒരു സെസ്റ്റെറ്റും ഉണ്ട് അല്ലെ. ഒരു സെസ്റ്റെറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്വാട്രെയിനും സെസ്റ്റെറ്റും, ഈ സെസ്റ്റെറ്റിന്റെ നമ്മളുടെ റൈം സ്കീം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. കീറ്റ് ഇൻട്രൊഡ്യൂസസ് വേരിയേഷൻ ഇൻ ടു ഈച്ച് സെസ്റ്റെറ്റ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇതിന്റെ റൈം സ്കീം ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻസ 1 and 5 അത് DCയിൽ അവസാനിക്കുന്നു. സ്റ്റാൻസ 2 ആണെങ്കിൽ CEDയിൽ അവസാനിക്കുന്നു. 3 and 4 CDEയിൽ അവസാനിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ആ ഒരു വേരിയേഷൻ വരുന്നത്. ഇനി ഓഡ് ഓൺ എ ഗ്രേഷൻ ഏണിന്റെ തീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്കറിയാം ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് ഇമ്മോർട്ടാലിറ്റി ഓഫ് ആർട്ട് ആണ്. അതുപോലെ തന്നെ ട്രാൻസിയന്റ് നേച്ചർ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് നമുക്ക് കാണാം. ഈ ട്രാൻസിയൻസും ഇംപെർമനൻസും ഒക്കെ തന്നെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. അതുപോലെ റോൾ ഓഫ് ആർട്ട് ഉണ്ട്, ലവ് ആൻഡ് ഡിസയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സബ് തീമായിട്ട് നമുക്ക് പറയാവുന്നതാണ് അല്ലെ. ഓഡ് ഓൺ എ ഗ്രേഷൻ ഏണിന്റെ ഓപ്പണിംഗ് ലൈനും ലാസ്റ്റ് ലൈനും വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതായത് ഓപ്പണിംഗ് ലൈൻ ദൗ സ്റ്റിൽ അൺറാവിഷ്ഡ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നസ് എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ലൈൻസ് ഈ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി, ദാറ്റ് ഇസ് ഓൾ യു നോ ഓൺ എർത്ത് ആൻഡ് ഓൾ യു നീഡ് ടു നോ എന്ന് പറയുന്നത് ഓഫ് കോട്ടഡ് ആയിട്ടുള്ള ഒരു വരിയാണ്. ഓഫ് കോട്ടഡ് ആണ്, ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൂടി മറക്കാതിരിക്കുക. നെക്സ്റ്റ് പോം എന്ന് പറയുന്നത് യുലിസസ് ആണ്. യുലിസസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ വർക്ക് ആണ് എന്ന് നമുക്കറിയാം. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, ഓക്കെ, ടെന്നിസന്റെ വർക്ക് ആണ്. ഇത് റിട്ടൺ എന്ന് പറയുന്നത് 20 ഒക്ടോബർ 1833 1833 20 ഒക്ടോബർ 1833. പബ്ലിഷ് ചെയ്യുന്നത് 1842 അപ്പൊ റിട്ടേൺ ഇയറും പബ്ലിഷിംഗ് ഇയറും രണ്ടും യുലിസസിനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. ഇനി കളക്ഷന്റെ പേര് പോംസ് എന്നാണ് കേട്ടോ. പോംസിന്റെ സെക്കൻഡ് വോളിയത്തിലാണ് ഏത് പോം ഉൾപ്പെട്ടിട്ടുള്ളത്? യുലിസസ് ഉൾപ്പെട്ടിട്ടുള്ളത്. പോംസ് എന്ന കളക്ഷന്റെ സെക്കൻഡ് വോളിയത്തിലാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്കൻഡ് വോളിയത്തിലാണ്. ഇനി ജോണർ പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡ്രമാറ്റിക് മോണലോഗ് ആണ് യുലിസസ് എന്ന് പറയുന്ന പോം. 17 ലൈൻസ് ഓഫ് ബ്ലാങ്ക് വേർഡ്സ് ആണ് ഈ ഒരു പോമിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യുലിസസ് എന്ന് പറയുന്ന വർക്കില് ടെന്നിസൺ ഹോമറിന്റെ ഇലിയഡിൽ നിന്നും ഒഡിസി എന്ന് പറയുന്ന വർക്കിൽ നിന്നൊക്കെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദാന്തയുടെ ഇൻഫേർണോ എന്ന് പറയുന്ന വർക്കിൽ നിന്നും ഇൻസ്പിറേഷൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വർക്കിന്റെ ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ലിറ്റിൽ പ്രോഫിറ്റ്സ് ദാറ്റ് an idle king എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ലാസ്റ്റ് ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഏറ്റവും മോട്ടിവേഷൻ തരുന്ന ഒരു കോട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ് ആണ്. ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ് എന്ന് പറയുന്നത് അല്ലേ, അത് യുലിസസിലെ അവസാനത്തെ വരികളാണ് എന്ന് കൂടി ഓർക്കുക. ഇനി ഈ ഒരു വർക്കിലെ തീം എന്ന് പറയുന്നത് ദി ഇൻഡോമിറ്റബിൾ കറേജ് ആൻഡ് അഡ്വെഞ്ചറസ് സീൽ ഓഫ് ഓൾ ദി യുലിസസ് ആണ്. അതുപോലെ തന്നെ മീനിങ്, ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ആ ഒരു അച്ചീവ്മെന്റ്, ഓരോ കാര്യം നമ്മൾ നേടാൻ ശ്രമിക്കുമ്പോഴാണ് എന്ന രീതിയിലുള്ള ഒരു സംഭവമുണ്ട്. അതുപോലെ ഒരു ഇമ്പോർട്ടൻസ്, ഇൻഡിവിജ്വലിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വർക്ക് കൂടിയാണ്. എക്സ്പീരിയൻസിന്റെ ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കുന്ന ഒരു വർക്ക് കൂടിയാണ് യുലിസസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് റോബർട്ട് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുമ്പോൾ ആ ഒരു വർക്ക് ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് 1842 ഡ്രമാറ്റിക് ലിറിക്സ് എന്ന് പറയുന്ന ആ ഒരു കളക്ഷനിലാണ്. ഡ്രമാറ്റിക് ലിറിക്സ് എന്നാണ് കളക്ഷന്റെ പേര്. ഈ കളക്ഷന്റെ ബേസ് ചെയ്ത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, അപ്പൊ ഈ ബെൽസ് ആൻഡ് പോമിഗ്രനേറ്റ്സ് എന്താണ് എന്നൊക്കെ. ഈ ഡ്രമാറ്റിക് ലിറിക്സ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഡ്രമാറ്റിക് ലിറിക്സ് എന്ന് പറയുന്നത് the third volume in a series of self-published books entitled Bells and Pomegranates ആണ് എന്ന് മനസ്സിലാക്കുക. അതിന്റെ തേർഡ് വോളിയം ആണ് ഈ ഡ്രമാറ്റിക് ലിറിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഡ്രമാറ്റിക് ലിറിക്സ് എന്ന് പറയുന്ന കളക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മറ്റൊന്നു കൂടിയുണ്ട്. അതായത് ഈ ഡ്രമാറ്റിക് ലിറിക്സിൽ ഈ മൈ ലാസ്റ്റ് ഡച്ചസ്, റോബർട്ട് ബ്രൗണിങ്ങിന്റെ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്ന വർക്ക് മിയർ ഇറ്റലി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇറ്റലി എന്നൊരു പേരിൽ അറിയപ്പെട്ടു. പിന്നീട് എപ്പോഴാണ് ഇത് മൈ ലാസ്റ്റ് ഡച്ചസ് ആയത് എന്നാണ് ചോദ്യം. അതായത് ഡ്രമാറ്റിക് റൊമാൻസസ് ആൻഡ് ലിറിക്സ് എന്ന് പറയുന്ന നമ്മളുടെ ബെൽസ് ആൻഡ് പോമിഗ്രനേറ്റ്സിന്റെ 7th വോളിയം, അപ്പൊ നമ്മൾ തേർഡ് വോളിയം ആണ് ഡ്രമാറ്റിക് ലിറിക്സ് എന്ന് പറഞ്ഞത്, അതിന്റെ 7th വോളിയത്തിലാണ് 1845 ഈ ഒരു പേര് മാറുന്നത്. ഓക്കെ, അപ്പൊ ഡ്രമാറ്റിക് റൊമാൻസസ് ആൻഡ് ലിറിക്സ് എന്ന് പറയുന്നത് അതൊരു കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോംസ് ആണ്. റോബർട്ട് ബ്രൗണിങ്ങിന്റെ 1845 അത് പബ്ലിഷ് ചെയ്യുന്നത്. 1845 ഈ പേരുമാറ്റം സംഭവിക്കുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനു മുൻപ് ഇറ്റലി എന്നായിരുന്നു മൈ ലാസ്റ്റ് ഡച്ചസിന്റെ പേര്. ഈ പോമില് 28 റൈമിംഗ് കപ്ലെറ്റ്സ് ആണ് അയംബിക് പെന്റാമീറ്ററിലുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഡ്രമാറ്റിക് മോണലോഗ് ആണെന്ന് പറയേണ്ടതായിട്ടില്ലല്ലോ. റോബർട്ട് ബ്രൗണിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ടേം ആണ് ഡ്രമാറ്റിക് മോണലോഗ് എന്നത് അല്ലെ. അപ്പൊ 28 റൈമിംഗ് കപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ 28 into 2 ആണ് അല്ലെ. 28 into 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 56 ലൈൻസ് ആണ് ടോട്ടൽ ആയിട്ട് ഈ ഒരു വർക്കിലുള്ളത്. അതുപോലെ തന്നെ ഈ വർക്കിന് ഒരു എപ്പിഗ്രാഫ് ഉണ്ട്. ഫെറാറ എന്നാണ് ആ എപ്പിഗ്രാഫ് എന്ന് ഓർക്കുക. അയംബിക് പെന്റാമീറ്റർ, റൈമിംഗ് കപ്ലെറ്റ്സ്, എൻജാപ്മെന്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഈ പോമില്. ഓക്കെ, എൻജാപ്മെന്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഡ്യൂക്ക് ഓഫ് ഫെറാറ
ഒരു പെയിന്റിംഗ് അല്ലെ യൂസ് ചെയ്യുന്നു. ആ പെയിന്റിംഗ് നമ്മുടെ ഡച്ചസിന്റെ പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ഓഫ് ഹിസ് ഫോർമർ വൈഫ് ആസ് എ കോൺവെർസേഷൻ പീസ്. ഓപ്പണിംഗ് ലൈൻ ഓഫ് മൈ ലാസ്റ്റ് ഡച്ചസ് ആണ് ദാറ്റ് മൈ ലാസ്റ്റ് ഡച്ചസ് പെയിന്റഡ് ഓൺ ദ വാൾ എന്ന് പറയുന്നതും ലാസ്റ്റ് ലൈൻസ് ആണ്, ലാസ്റ്റ് വരികളാണ് കേട്ടോ. ടേമിംഗ് എ സീ ഹോഴ്സ് thought a rarity which Claus of Innsbruck cast in bronze for me എന്ന് പറയുന്നതും. ഇനി മൈ ലാസ്റ്റ് ഡച്ചസിന്റെ തീം എന്ന് പറയുമ്പോൾ പ്രൈഡ്, ജലസി, ഒരു ഡിസ്കേൺമെന്റ്, ഹൈറാർക്കി, ആർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള തീം ഉണ്ട്, ട്രൂത്ത് അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് കൂടിയുണ്ട്. അപ്പൊ ഡൂക്ക് എങ്ങനെ നമ്മുടെ മുന്നിൽ അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു ട്രൂ നേച്ചർ എന്താണ് എന്ന് പറയുന്ന ആ ഒരു കോൺട്രാസ്റ്റ് കൂടി ഈ വർക്കിന്റെ തീമാണ്. അടുത്തത് ഡവോ ബീച്ച് ആണ്. ഡവോ ബീച്ച് കമ്പോസ് ചെയ്തിട്ടുള്ളത് ലൈക്ലി ഇൻ 1851. 1851 അദ്ദേഹം നമ്മളുടെ മാത്യു അർണോൾഡ് മാരേജിന് ശേഷം ആ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകുന്നത്. അപ്പൊ 1851 അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇയർ നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി അത് പബ്ലിഷ് ചെയ്യുന്നത് 1867 ന്യൂ പോംസ് എന്ന് പറയുന്ന കളക്ഷനിലാണ് കേട്ടോ. ന്യൂ പോംസ് എന്ന് പറയുന്ന കളക്ഷനിലാണ് 1867. ഈ കളക്ഷനിൽ 31 പോംസ് ആണ് ടോട്ടൽ ഉള്ളത് എന്ന് കൂടി ഓർക്കുക. ഇനി ഡവോ ബീച്ച് ഒരു 37 ലൈൻ ലിറിക് പോമിന്റെ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ഒരു ലിറിക് പോമിന് വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കാതെ ഡ്രാമാറ്റിക് മോണലോഗ് അല്ലേ എന്ന്, അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഡവോ ബീച്ച് എന്ന് പറയുന്നത് ഒരു 37 ലൈൻ. അപ്പോൾ 1867 പബ്ലിഷ് ചെയ്യുന്നു. 37 വരികളുണ്ട്. ഈ ഒരു രീതിയിൽ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദി പോം കൺസിസ്റ്റ് ഓഫ് 4 സ്റ്റാൻസാസ് ആണ്. ഡിഫറെന്റ് ലെങ്തിലുള്ള 4 സ്റ്റാൻസാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് സ്റ്റാൻസയിൽ 14 വരി, സെക്കൻഡ് സ്റ്റാൻസയിൽ 6, തേർഡ് 8, ഫോർത്ത് 9. ആ ഒരു രീതിയിലാണ് ആ ഒരു ഡിവിഷൻ വരുന്നത്. ഇനി എന്താണ് അർണോൾഡ് ആ ഒരു സ്പീക്കറിന്റെ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് അല്ലെ, വേരിയബിൾ മീറ്റർ ആൻഡ് റൈം സ്കീം ഉപയോഗിച്ചിട്ടാണ്. അവിടെ ആ ഒരു മീറ്ററിന്റെയും റൈം സ്കീമും വേരിയിങ് ആയത് നിൽക്കുന്നത് തന്നെ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അൺസർട്ടനിറ്റി ഓഫ് ലൈഫിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഓർക്കുക. ഈ ഒരു വർക്കിന്റെ ഓപ്പണിംഗ് ലൈൻസ് ആണ് the sea is calm tonight, the tide is full, moon lies fair. അതുപോലെ തന്നെ ലാസ്റ്റ് ലൈൻസ് പഠിച്ചു വെച്ചോളൂ. swept with confused alarms of struggle and flight where ignorant armies clash by night എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു വർക്കിന്റെ പ്രൈമറി തീം എന്താണ്? ലോസ് ഓഫ് ഫെയ്ത്ത് ആണ് അല്ലെ. ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സെർട്ടനിറ്റി ഇൻ ദി മോഡേൺ വേൾഡ്. അത് വിക്ടോറിയൻ ഇറയുടെ ആ ഒരു സയന്റിഫിക് അഡ്വാൻസ്മെന്റും റിലീജിയസ് ബിലീഫിന്റെ ആ ഒരു ലോസ് ഓഫ് ഫെയ്ത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റിയാണ് ഈ പോമിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്യു അർണോൾഡിന്റെ ഡവോ ബീച്ച് അതൊരു ഡ്രമാറ്റിക് മോണലോഗ് ആണ് അല്ലെ. ഡ്രമാറ്റിക് മോണലോഗ് ആണ് എന്ന് പറയാൻ പറ്റും. കാരണം അതിലൊരു സിംഗിൾ സ്പീക്കർ ഉണ്ട്, ഒരു സൈലന്റ് ലിസണർ ഉണ്ട്, ഒരു സ്പെസിഫിക് സിറ്റുവേഷനും ഒരു ക്രിട്ടിക്കൽ മൊമെന്റ് ഒക്കെ ഒരു സ്പെസിഫിക് ലൊക്കേഷനിലാണ് അത് സംഭവിക്കുന്നത് അല്ലെ. ഒരു സ്പെസിഫിക് ടൈം ഉണ്ട്. സ്പീക്കർ റിഫ്ലക്റ്റിംഗ് ഓൺ ദി ചേഞ്ചിങ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്, അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കറിന്റെ റിഫ്ലക്ഷൻസ് ആണ്. കൂടാതെ സ്പീക്കറിന്റെ ക്യാരക്ടർ റെവലേഷൻ, ആ ഒരു ടെമ്പറമെന്റ് അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസ്കോഴ്സിലൂടെ അൺഇൻറ്റൻഷനലി ആയിട്ട് അദ്ദേഹത്തിന്റെ ഫീലിംഗ് ഓഫ് ഡൗട്ടും മെലങ്കലിനെസ്സും അതുപോലെ തന്നെ ലോങ്ങിങ് ഫോർ കണക്ഷൻ ഇൻ എ വേൾഡ്, അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഡവോ ബീച്ചിനെ നമ്മൾക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം? ഒരു ഡ്രമാറ്റിക് മോണലോഗ് എന്ന് വിശേഷിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ HSA ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ബ്ലൂ പ്രിന്റ് ആക്ടിവിറ്റി ആയിരുന്നു. HSA ഇംഗ്ലീഷിന്റെ സിലബസിലുള്ള 10 വർക്ക്സ് ആണ് നമ്മൾ ഇന്ന് എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 10 വർക്ക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സുമായിട്ട് ബ്ലൂ പ്രിന്റ് ആക്ടിവിറ്റിയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കൂടാതെ മീരാസ് ഇംഗ്ലീഷ് ഹബില് നമ്മളുടെ ക്യൂസ് മാസ്റ്റർ 555 എന്ന് പറയുന്ന ഒരു ഓഫറിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് അവൈൽ ചെയ്യാവുന്നതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ലേണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.